ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി വർഷങ്ങളായി ലാലേട്ടൻ ആരാധകർ കാത്തിരുന്ന ആ ദിവസം ഇങ്ങെത്തിയിരിക്കുകയാണല്ലോ. ലൂസിഫർ, ഇട്ടിമാണി എന്നീ സിനിമകൾക്ക് ശേഷം 2019 ശേഷം OTT-യിൽ അല്ലാത്ത തിയേറ്ററുകളിൽ റിലീസ് ചെയ്തൊരു ലാലേട്ടൻ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ ദിവസമായിട്ട് ഇന്ന് ഡിസംബർ 21 എന്ന ദിവസം മാറിയിരിക്കുകയാണ്. ചിത്തുവിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തിയ കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ സിനിമ നമ്മുടെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ലാലേട്ടൻ ചിത്തു കോംബോയിലുള്ളൊരു വിശ്വാസം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നേരി മാറിയിരിക്കുകയാണ്. ഇനി സിനിമയുടെ ബുക്കിംഗ്, പ്രീസെയിൽ കളക്ഷനിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ ഇന്നലെ രാത്രിയോടെ വന്ന സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്നും 1,03,00,000 സിനിമയുടെ ഫൈനൽ കേരള പ്രീസെയിൽ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 1,80,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഫീൽഡ് ഔട്ട് ആണ് ലാലേട്ടന്റെ മോശം സമയമാണ് എന്നൊക്കെ വിമർശകർ പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ 1,80,00,000 സിനിമയുടെ കേരള പ്രീസെയിൽ എത്തിയതെന്ന് പ്രത്യേകം ഓർക്കണം. വളരെ മികച്ച പ്രീസെയിലാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം നേരെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആരംഭിക്കപ്പെട്ട ഡീഗ്രേഡിംഗ് ഇപ്പോഴിത് ആ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തതോടെ അതിക്രമിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. ഈ പറഞ്ഞ വിമർശകരുടെ പ്രമുഖ താരത്തിന്റെ എല്ലാം തന്നെ ലോ ബഡ്ജറ്റ് സിനിമ ആരും അറിയാത്ത തിയേറ്ററുകളിലേക്ക് എത്തി ഒരു ഡീഗ്രേഡിംഗും ഇല്ലാതെ തിയേറ്ററുകളിൽ വിജയിക്കുമ്പോൾ നേരെ മറിച്ച് ലാലേട്ടൻ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടും ഒപ്പം തന്നെ തകർക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അതൊരു പാഴ്ശ്രമമാണ് എന്ന് നമുക്ക് പറയാനായിട്ടുള്ളൂ. ഒരിക്കലും അവിടെ വിജയിക്കാനായിട്ട് പോകുന്നില്ല. എന്തായാലും കമന്റ് ബോക്സിൽ ഒരു കൂട്ടക്കരച്ചിലെല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടു എന്നാണ് കമന്റ് ബോക്സ്, കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സ് എല്ലാം തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കരച്ചിലുകൾ തുടങ്ങിയാൽ അടുത്ത ദിവസങ്ങളിൽ കരയാനൊന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല എന്നാണ് നേരിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ലാലേട്ടൻ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഏത് ലെവലിലേക്ക് പോകും എന്നതാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. സിനിമ ഒരു ക്ലാഷ് റിലീസിനിടയിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായതോടെ വമ്പൻ ബുക്കിംഗിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറിനിടയിൽ 5,500-ൽ പരം ടിക്കറ്റുകളാണ് നേരിന്റെ പേരിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ആ ബുക്കിംഗ് ഡാറ്റയിൽ നിന്ന് വ്യക്തമാണ് നേരെ എന്ന സിനിമയുടെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ സിനിമയുടെ ബുക്കിങ്ങിനെ ബാധിച്ചിരിക്കുന്നുവെന്ന്. ഇനി നേരെ എന്ന സിനിമയുടെ തരംഗത്തിന്റെ നാളുകളാണ്. അങ്ങനെ ലാലേട്ടന്റെ ഒരു സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി നേര് എന്ന സിനിമയുടെ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് പ്രകടനമാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കിടിലൻ ആവേശകരമായ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വീഡിയോകൾ കേട്ടാം.